ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് മമ്മൂട്ടിയുടെ പുതിയ പോസ്റ്ററാണ്. മട്ടാഞ്ചേരി മാഫിയ. പേരിൽ തന്നെ ഒരു കോൺട്രവേഴ്സി. പലരുടെയും നെഞ്ചത്ത് തന്നെ അത് കുത്തിയിറങ്ങുന്നുണ്ട്. കൊച്ചി സിനിമാ ലോബിയെക്കുറിച്ച് പല വർഷങ്ങളായി ട്രോളന്മാർ എന്ന് പറയാൻ പറ്റില്ല, സംഘികൾ പല നാളുകളായി ആഘോഷമാക്കുന്ന ഒരു വാക്ക് മട്ടാഞ്ചേരി മാഫിയ. ആ പേര് വിളിച്ച് ചിലരെ ലക്ഷ്യമിട്ടും പരിഹസിച്ചും അവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അങ്ങനെ നിറഞ്ഞാടുകയാണ്. അതൊരു മിഥ്യ മാത്രമായിരുന്നു, അതോ അതിന്റെ ഉള്ളിൽ സത്യത്തിന്റെ കുറച്ചെങ്കിലും നിഴലുണ്ടോ? ചോദ്യങ്ങൾ ഒരുപാട് ഉയരുമ്പോൾ അതേ പേരുമായി നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി വരികയാണ്. കാരണം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം, അങ്ങനെയൊരു സാങ്കല്പിക മാഫിയയുടെ തലവനായി തന്നെ തന്നെയാണ് അവർ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്ന്. എന്തായാലും ഈ പോസ്റ്റർ അവർക്കുള്ള ഒരു ക്ലിയർ മെസ്സേജ് ആണോ, അതോ ട്രോളിനെ ട്രോളാക്കി ഉരുളയ്ക്ക് ഉപ്പേരി കണക്കെ തിരിച്ചു കൊടുക്കുന്നതോ? അതറിയണമെങ്കിൽ എന്തായാലും സിനിമ റിലീസ് ആകുന്നത് വരെ തന്നെ കാത്തിരിക്കണം. സിനിമാ ലോകത്ത് ഗ്രൂപ്പിസം ഉണ്ടെന്ന് പണ്ടേ പറയാറുണ്ട്. പണ്ടത് ട്രിവാൻഡ്രമായിരുന്നെങ്കിൽ പിന്നെ കൊച്ചിയായി മാറിയത്രേ. പക്ഷേ അതിന് നേരിട്ട് ചോദ്യം ചെയ്യാൻ സിനിമയുടെ തലപ്പത്തിരിക്കുന്നവർ ഇതുവരെ മുതിർന്നിട്ടില്ല. അവിടെ തന്നെയാണ് ഈ പോസ്റ്റർ വേറിട്ട് നിൽക്കുന്നത്. ഇത് വെറും സിനിമയുടെ പേരല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തിരിച്ച് അങ്ങോട്ടൊന്ന് വിരട്ടിയാൽ മമ്മൂട്ടി വിരണ്ടു പോകുമെന്ന് ഈയിടെ ഒരു മാന്യൻ പറഞ്ഞിരുന്നുവല്ലോ. അവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണ് ഈ പോസ്റ്റർ. മട്ടാഞ്ചേരി മാഫിയ സിനിമ വെറും പേരിൽ ഒതുങ്ങുമോ, അതോ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് നൽകുമോ? അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാനുള്ള ഒരു സ്മാർട്ട് മാർക്കറ്റിംഗ് ട്രിക്ക് മാത്രമാണോ ഇത്? അതല്ലെങ്കിൽ ഇതൊരു ഗെയിം ചേഞ്ചർ ആകുമോ? അല്ലെങ്കിൽ മറ്റൊരു ഹൈപ്പ് മാത്രമായി ഒതുങ്ങുമോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക.